ഏവർക്കും എൻ്റെ വലിയ നമസ്കാരം. നമ്മൾ വീട്ടിലെ പാചകത്തിനും അതുപോലെ തന്നെ ഹോട്ടലുകളിലും മറ്റും പാചകങ്ങൾക്ക് നമ്മൾ ആശ്രയിക്കുന്നത് ഗ്യാസിനെയാണ്. ഇന്ന് കൊമേഴ്ഷ്യൽ ഗ്യാസിൻ്റെ വില ക്രമാതീതമായി കൂടി ഹോട്ടൽ മേഖല വലിയ പ്രതിസന്ധി നേരിടുകയാണ്. സമീപനാളിൽ എൻ്റെ ഒരു സുഹൃത്ത് കാനഡയിൽ നിന്ന് വന്നപ്പോൾ സംസാരിക്കുകയുണ്ടായി. അവിടെയൊക്കെ പാചകത്തിന് കൂടുതലായി ആശ്രയിക്കപ്പെടുന്നത് ഇലക്ട്രിസിറ്റിയാണ്. അവിടെ ഗ്യാസ് ഉപയോഗിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിന്ന് വീടുകളിൽ സോളാർ ഫിറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഹോട്ടലുകൾ കൂടാതെ റിസോർട്ടുകളുമൊക്കെ സോളാർ വെക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും നമുക്ക് പാചകങ്ങൾക്ക് നമുക്ക് വീടുകളിൽ ഇലക്ട്രിസിറ്റി ആവശ്യമായി കിട്ടും, ഹോട്ടലുകളിൽ കിട്ടും, അതോടൊപ്പം തന്നെ റിസോർട്ടുകളിലൊക്കെ ലഭിക്കും. ഒപ്പം തന്നെ ഇലക്ട്രിക് സ്കൂട്ടറുള്ളവർക്ക്, കാറുള്ളവർക്ക് അത് ഉപകാരപ്രദം. കൂടാതെ നമുക്ക് ഇലക്ട്രിക് ഹീറ്റുകൾ, പാചകത്തിന് ഇലക്ട്രിക് ഹീറ്റുകളോ ഇൻഡക്ഷനോ ഒക്കെ ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ സ്ഥാനത്ത് നമ്മൾ സോളാർ ഫിറ്റ് ചെയ്താൽ നമ്മുടെ വീടുകളിലേക്ക് ഒരു 500 രൂപ താഴെ ചെറിയ തുകയ്ക്ക് നമ്മുടെ പാചകം ഉൾപ്പെടെ കാര്യങ്ങൾ ചെറിയ തുകയ്ക്ക് കടന്നു പോകും. ഹോട്ടലുകൾക്ക് ബില്ലുകൾ 40,000 50,000 ഒക്കെ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്ന ഹോട്ടലുകൾക്കൊക്കെ ഒരു 10,000 താഴേക്ക് എത്തിക്കപ്പെടാനുള്ള സാഹചര്യം കിട്ടും. ഒപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം, സർക്കാർ ഇപ്പോൾ സോളാർ ചെയ്യുന്നവർക്ക് സബ്സിഡി നൽകുന്നുണ്ട്. അതുകൂടാതെ ചില ബാങ്കുകൾ ലോണും നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരൊരു മേഖലയെക്കുറിച്ച് നമ്മളെല്ലാം ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. കൂടാതെ ഞാനൊരു എക്കണോമിസ്റ്റ് ഒന്നുമല്ല, എന്നാലും എൻ്റെ മനസ്സിൽ വരുന്ന ചെറിയൊരു ആശയം പറയുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യുന്നതിനും കൂടാതെ ഗ്യാസ് ഇറക്കുന്നതിനൊക്കെ നമ്മൾ ഡോളർ കൊടുത്താണ് വിദേശ രാജ്യങ്ങൾ ഈടാക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ഡോളർ കൊടുത്ത് ഇറക്കുമതി ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ രൂപയുടെ മൂല്യം ഇടിയുന്നൊരു സാഹചര്യം കൂടെ സൃഷ്ടിക്കപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ തദ്ദേശീയമായിട്ട് നമ്മൾ പാചക കാര്യങ്ങൾക്ക്, വീട്ടിലെ ഇലക്ട്രിസിറ്റിക്ക്, വാഹനങ്ങൾ ഓടിക്കുന്നതിന്, ഹോട്ടൽ റിസോർട്ടുകളുമൊക്കെ സോളാർ പോലെ കാര്യങ്ങൾ ഫിറ്റ് ചെയ്യപ്പെടുകയാണ്. അതിൽ നിന്ന് വൈദ്യുതി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധിയെങ്കിലും വിദേശത്ത് നിന്ന് ഇറക്കുമതിയെ, പെട്രോൾ ഉൽപ്പന്നം ഇറക്കുമതി ചെയ്യുന്നതിന് നമുക്ക് ചുരുക്കിക്കൊണ്ടുവരാൻ കഴിയും. അത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും ഗുണം ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. ശരിയെന്ന് തോന്നുന്നവർക്ക് ഇതൊന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നന്ദി.